ഇനി ഈ ചാർട്ടിന്റെ 4 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കുക. പിങ്ക് കളർ കൊടുത്തിരിക്കുന്ന ഈ കാലം കൃപാകാലമാണ്. ഈ കൃപാകാലത്തിന്റെ ഉള്ളിലുള്ള 1948 AD 70 ഇല്ലാതായ ഇസ്രയേൽ വീണ്ടും അവിടെ വന്നത്. 1967 സിക്സ് ഡേ വാറിലാണ് അവർ ജെറുസലേം പിടിച്ചെടുത്തത്. ഇന്ന് ജെറുസലേം ഇസ്രയേലിന്റെ ക്യാപിറ്റലാണ്. വീണ്ടും 144,000 പേരെ മുദ്രയിടേണ്ടതും അവർ ദൈവരാജ്യം വരുന്നു എന്ന് പ്രസംഗിച്ച് തുടങ്ങേണ്ടതും ജെറുസലേമിൽ വെച്ചാണ്. അതുകൊണ്ട് ഇതെല്ലാം നിറവേറേണ്ടതിനാണ് ദൈവം അവരെ ഇപ്പോൾ ജയിപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നിറവേറുന്നത് ഈ കൃപാകാലത്താണ് എന്നതാണ്. അതായത് പൗലോസിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം മുതൽ റാപ്ചർ നടക്കുന്നതുവരെയുള്ള ഈ ദിവസങ്ങളുടെ ഇടയിലാണ് പല പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഈ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ 6ാമത്തെ നമ്പറിലേക്ക് നോക്കൂ. അവിടെ AD 95 ആയപ്പോൾ ദൈവം യോഹന്നാന് വെളിപ്പാട് നൽകുകയാണ്. എന്താണ് ഈ വെളിപ്പാടിന്റെ ആവശ്യകത? വെളിപ്പാട് പുസ്തകത്തിലുള്ളതെല്ലാം ഇതിനു മുൻപ് സംഭവിച്ച മുൻപ് പ്രവചിച്ച കാര്യങ്ങളുടെ തനി ആവർത്തനമാണെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം നൽകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഇത് കൃപാകാലം പൗലോസിലൂടെ വെളിപ്പെട്ടതിന് ശേഷം AD 70 ജെറുസലേം ദേവാലയം